ഏപ്രിൽ ഇല്ലെങ്കിൽ നെറ്റ് ഇല്ലെന്ന് തന്നെ പറയാം. ഏപ്രിലോട്ട് എത്തപ്പെട്ടത് തന്നെയാണ് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത്. ഞാൻ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഏപ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏപ്പർ എന്ന് പറഞ്ഞാലേക്ക് തോന്നുന്നു ബാക്കിയുള്ള പ്ലാറ്റ്ഫോം വെച്ച് നോക്കുമ്പോൾ ഒത്തിരി സ്ട്രെസ് ചെയ്യുന്നില്ല നമ്മളെ. ഇത് പഠിക്കുക, അത് പഠിക്കുക, അങ്ങനെ പഠിക്കില്ല, ഇത്ര നേരം പഠിക്കുക, അങ്ങനെ നമ്മളെ സ്ട്രെസ് ചെയ്യുന്നില്ല. നമ്മളെ നമ്മുടേതായ വഴിക്കും കൂടെ വിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, ഇല്ല എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്കല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണം, എനിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നും അല്ലാത്ത രീതിയിലായി പോകും. നമ്മുടെ കഴിവ് എങ്ങനെ എത്തില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്രാവശ്യം ഏപ്രിലിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ജീവ മേരി ജോസുമായിട്ടാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയാണ് ജീവയുടെ സ്വദേശം എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ജീവ. ഓക്കെ, സോ അപ്പോൾ ആദ്യം തന്നെ ജീവ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ളൊരു സബ്ജക്റ്റാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ പല കുട്ടികളും പൊതുവെ കുറച്ച് ടഫായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം അതിൻ്റെ ടോപ്പിക്കുകൾ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഫാക്കൽറ്റീസിനെ നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എല്ലാ ടോപ്പിക്കും അവർ തന്നെ പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു പേപ്പർ 2-ൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പേപ്പർ 2 ഒന്നാമത്തെ കാര്യം കമ്പ്യൂട്ടർ സയൻസിനോടുള്ളൊരു പ്ലസ് 2-ലെ തന്നെ ഉള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഡിഗ്രിക്ക് BC എടുക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം MSc എടുത്തു. അതിനുശേഷം ജോലിക്കൊക്കെ പോയി. പിന്നെ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും ഗ്യാപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഏഫറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലെക്ചർ നല്ല നോട്ട്സ്, PDF-നകത്ത് നല്ല നോട്ട്സ് ഉണ്ട്. അതുപോലെ ആ നോട്ട്സ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കാനുള്ളതുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിൻ്റെ അമ്മ ആയതുകൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടഫ് ടാസ്ക് ആയിരുന്നു. അപ്പം ഞാൻ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് നോട്ട് വായിക്കും, PDF വായിക്കും. വായിക്കുമ്പോൾ നമ്മൾ പഴയ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരുമല്ലോ, അത് വെച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കും. അതിനുശേഷം ഈ PDF വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം ആ വീഡിയോയ്ക്കകത്ത് ഏത് ഭാഗത്താണോ ആ നോട്ട് വരുന്നത് അത് പോയി കാണും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ജീവ പറഞ്ഞ പോലെ ഇപ്പം മോനെ ഹാനുണ്ട്, ഇപ്പം 3 വയസ്സായി. അപ്പം ഓരോരുത്തരും ഓരോരോ സിറ്റുവേഷനിലൂടെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പം ഏഫറിനെ സംബന്ധിച്ചൊക്കെ എല്ലാ കാറ്റഗറിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. കാറ്റഗറി മീൻസ് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിലേക്ക്. അപ്പോൾ ഒരു പാരൻ്റ് ആയിക്കൊണ്ട് ചെറിയൊരു കുട്ടിയുടെ മേ ബി 2 year 2.5 ആ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ജീവ. അപ്പം നമ്മളൊക്കെ ഇഫ്രേറ്റ്സ് ഒക്കെ അധികം ചോദിക്കാറുള്ളത് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ റോൾസ് മാനേജ് ചെയ്യാൻ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഐ മീൻ ബീങ് എ മദർ, ബീങ് എ പാരന്റ് എന്നുള്ളതിൽ തന്നെ ബീങ് എ മദർ എന്നുള്ളത് ഒന്നുകൂടി ടൈം ഡിമാൻഡിങ് ആണ്. അപ്പോൾ ബീങ് എ മദർ, ബീങ് എ സ്റ്റുഡൻറ്, ഓക്കെ, ഈ പ്രോസസ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്തത്, എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തത്, അങ്ങനെ ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഹൗ ഇറ്റ് വർക്ക്ഡ് ഔട്ട്? അത് ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും അത് എങ്ങനെയാണ് നടന്നു പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ഇവൻ്റെ ഏജ് ഇതായതുകൊണ്ട് ഇവൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ വേണം. എൻ്റെ കൂടെ അല്ലാതെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്നോടാണ്. എൻ്റെ കൂടെ അല്ലാതെ വേറൊരിടത്തും പോകത്തുമില്ല. പുറത്തു പോയാലും അതെ, വീട്ടിനകത്താണേലും അതെ. ഒരു ഡേ ഫുൾ ഇവൻ്റെ കാര്യങ്ങൾ നോക്കണം, പ്ലസ് വീട്ടിലെ ജോലികളുണ്ട് അത് ചെയ്യണം. അതിൻ്റെ കൂടെയാണ് സ്റ്റഡി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പകൽ സമയം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പഠിക്കാനായിട്ട് അധികം സമയം കിട്ടാറില്ല. ഇവൻ പകൽ ഉറങ്ങുന്ന 1-1.5 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ. ആ സമയത്ത് കുറച്ചു നേരം ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഇവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇവൻ്റെ കൂടെ തന്നെ ഇരിക്കണം, ഇവനെ കളിപ്പിക്കണം, ഇവൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ഇവനങ്ങനെ തന്നെ ഇരുന്ന് കളിച്ചിട്ട് എനിക്ക് മാറിപ്പോയിരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം അങ്ങനെ കിട്ടത്തില്ല. ഇവനെ പഠിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവിടെ പോയി ലാപ്പിൻ്റെ അവിടെ പോയിരിക്കും, ഇവൻ എന്തെങ്കിലും കളിക്കാൻ കൊടുത്താലും അവൻ അവിടെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കും, വാ അവൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ കളിക്കാൻ വിട്ടിട്ട് അവിടെ മാറിപ്പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു 10-11 ഉറങ്ങാനായിട്ട്. ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് രാവിലെ താമസിച്ച് എഴുന്നേക്കുള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ താമസിച്ച് എഴുന്നേക്കുള്ളൂ. പിന്നെ വീണ്ടും അതേ റൊട്ടീൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറയുമ്പോൾ ഒരു 3 മണിക്കൂർ കഷ്ടിയാണ് ഒരു ഡേയിൽ എനിക്ക് പഠിക്കാനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വെച്ചാണ് മാനേജ് ചെയ്തിരുന്നത്. അപ്പം അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ മദേഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആവുമ്പോൾ
നോർമലി ആളുകൾ പ്ലാൻ ചെയ്യുന്ന പോലെ 5 hours 8 hours പെർ ഡേ എന്നുള്ള പ്ലാനിങ് ഒന്നും വർക്കൗട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം മാക്സിമം വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതലൊരു പ്രശ്നമായിട്ട് വരാറുള്ളത് ആളുകളുടെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക്, എസ്പെഷ്യലി മൾട്ടിപ്പിൾ എൻഗേജ്മെന്റുകളോട് ഉണ്ടാകുമ്പോൾ ഒരു കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ എൻഷുർ ചെയ്യുക എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ജീവയുടെ ഒരു പ്രിപ്പറേഷനിൽ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്തത്, അല്ലെങ്കിൽ ഹൗ ഡു യു മേഡ് ഇറ്റ് പോസിബിൾ? അത് 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഞാൻ തന്നെയാണെങ്കിലും പല ടൈം ടേബിളുകൾ ഇട്ടിട്ടുണ്ട്, പല ഷെഡ്യൂൾസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് 100% പൂർത്തീകരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്യുക, ഡേയ്സ് വെച്ച് ഡിവൈഡ് ചെയ്തൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. അതിനനുസരിച്ച് ഒരു 80% അല്ലെങ്കിൽ ഒരു 75% അതിൻ്റെ ഒപ്പം എത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ടൈം ടേബിൾ ഇട്ടാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. കിട്ടുന്ന സമയത്ത് പഠിക്കുക. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്കൊക്കെ വീഡിയോ കേൾക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് അങ്ങനെ ഒരു വർക്കായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. പാത്രം കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ഓഡിയോ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അവിടെ പോയി ഇരുന്ന് അങ്ങനെ പഠിച്ചെങ്കിൽ എനിക്ക് ഒരു വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത സമയങ്ങളിൽ മാത്രമേ ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടുള്ളൂ. പിന്നെ മാക്സിമം പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം കുറച്ച് സമയം വെച്ചിരുന്നാലും നമുക്ക് കുറെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല നെറ്റ് കിട്ടിയിരിക്കുന്നത്. അതൊരു ഗ്യാരണ്ടി പറയാം. ഒരു 50% താഴെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പഠിച്ച സബ്ജക്റ്റിന്റെ മാക്സിമം PYQs നോക്കുക. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക നന്നായിട്ട്. അതൊരു ഫാക്ടറാണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ മാക്സിമം പഠിക്കുക, സിലബസിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യുന്നത് നോക്കുക. അത് പെർഫെക്റ്റ് ആവാനോ അത് കംപ്ലീറ്റ് ആവാനോ വേണ്ടിയിട്ട് നമ്മൾ വാശി പിടിക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളത്. ഇനി മനസ്സിലാക്കുന്ന ഏകദേശം ഒരു PG കഴിഞ്ഞൊരു 7 and 8 years അല്ലെങ്കിൽ ഒരു 6 to 7 years ശേഷമാണ് ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ബ്രേക്കുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈഫറിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു PG കഴിയുന്നു, പിന്നെ മേ ബി ഒരു കല്യാണം, ഒരു ഫാമിലി ലൈഫ്, മേ ബി മക്കള്, ഒരു ചെറിയൊരു ഗ്യാപ്പ് 4 to 5 years അല്ലെങ്കിൽ വരുന്നു, പിന്നെ തിരിച്ച് പഠനത്തിലേക്ക് വരുന്നു. ഒരുപാട് കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈഫറിലും അല്ലാതെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലരുടെയും ഒരു കൺസേൺ എന്താ വെച്ചാലും ഞാൻ PG കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഓക്കെ ഇനി എനിക്ക് അതിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ മത്സരം ഭയങ്കര കമ്പറ്റീറ്റീവ് ആവാണ്. ഒരുപാട് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് അവർക്ക് കമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? ഐ മീൻ ഹാവിങ് എ ഗ്യാപ്പ് ആഫ്റ്റർ PG. ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ല, പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു ആ സമയത്ത് 2018. അതിനുശേഷം ഒരു 3.5 വർഷത്തോളം ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് തന്നെ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എബ്രോഡ് പോകുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് എബ്രോഡ് പോയി അവിടെ ഒരു ഓഫീസ് ജോലിയായിരുന്നു. അപ്പൊ അവിടെ ഓഫീസ് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഈ ടീച്ചിങ്ങിനോടുള്ള ഇഷ്ടം കാരണം നമുക്ക് അതിലൊന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ മോനെ പ്രഗ്നന്റ് ആയി നാട്ടിൽ വന്നിട്ട് വീണ്ടും എബ്രോഡ് പോയി. പിന്നെ ഹസ്ബൻഡിന്റെ പ്രൊജക്ട് വിസ മാറിയിട്ട് ഹസ്ബൻഡ് ഖത്തറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ നാട്ടിലാവുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞങ്ങൾ നാട്ടിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെയാണ് എനിക്കൊരു തോട്ട് തുടങ്ങിയത് നാട്ടിലെങ്കിൽ. പിന്നെ കുഞ്ഞിനും ഇത്രയായി, ഒരു 3 വയസ്സ് കഴിയുമ്പോൾ അവനെ പ്ലേ സ്കൂളിൽ ഇവിടെ തന്നെ വിടാം. അതിനുശേഷം എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറണം. അപ്പൊ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും ഗ്യാപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നേടിയിട്ട് ജോലിക്ക് കയറണം, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നെറ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങിയ സമയത്ത് എന്റെ മനസ്സിൽ നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2025 ജൂണിലെ കോഴ്സിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത് ഈഫറിൽ. ആ സമയത്തെന്ന് പറഞ്ഞാലും ആ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇവനെയും ആ ഒരു പഠിത്തവും കൂടെ മാനേജ് ചെയ്യാൻ അത്രയ്ക്ക് പറ്റിയിരുന്നില്ല. ഒരു 1.5 month ഒക്കെ എനിക്ക് പഠിക്കാനായിട്ട് ടോട്ടൽ പറയുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് വെച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. പുള്ളി പറഞ്ഞു, നീ പഠിച്ചത് വെച്ച് പോയി അറ്റൻഡ് ചെയ്യുക, കിട്ടോ ഇല്ലയോ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു. സത്യം പറയല, ക്വസ്റ്റ്യൻസ് ഫുള്ള് ഞാൻ വായിച്ചു പോലും നോക്കാതെ ചുമ്മാ ക്ലിക്ക് ചെയ്ത് വിടുമായിരുന്നു. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ പോയി റിസൾട്ട് വന്നപ്പം PhDക്കുള്ള അഡ്മിഷൻ കിട്ടി. അപ്പം ഞാനൊരു കാൽഭാഗം പോലും സിലബസ് കവർ ചെയ്യാതെയാണ് അന്ന് പോയി അറ്റൻഡ് ചെയ്തത്. അപ്പം ഇതെൻ്റെ കോൺഫിഡൻസ് കൂട്ടി. പഠിച്ചാൽ അപ്പം നെറ്റ് കിട്ടും എന്നൊരു തോട്ട് വന്നു. അങ്ങനെയാണ് വീണ്ടും ഡിസംബറിലെ ബാച്ചിലേക്ക് ഞാൻ പഠിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഒരു 6 മാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പല റോൾസ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്കൊരു 6 മാസം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെയും ഒരു 2 മാസം ഫുള്ളായിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു 10-20 ദിവസം റിവിഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ്റെ ഒരു എഫേർട്ടാണ് ഇപ്രാവശ്യം നെറ്റ് കിട്ടിയത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലിപ്പം ജീവ തന്നെ പറഞ്ഞു ഫാമിലി, ഹസ്ബൻഡ് എന്നുള്ള. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും പലരോടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു വിജയത്തിനും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അത് എല്ലാവരുടെ വിജയത്തിന് പിന്നിലും ആ ഒരു ആസ്പെക്റ്റാണ്. പക്ഷേ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പല സ്റ്റുഡൻസിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ സപ്പോർട്ട് സിസ്റ്റംസും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെയും ആ ഒരു സപ്പോർട്ട് പലപ്പോഴും നമുക്കൊരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യാറില്ല. പലരും നമ്മളോട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് പ്രഷറാണ്, അവിടെ നിന്ന് പ്രഷറാണ്. വീട്ടുകാരോട് നമ്മൾ പിന്നീട് ജയിച്ചിട്ടൊക്കെ പോയി സംസാരിക്കുമ്പോൾ ഞാൻ അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് അവർക്ക് അപ്പം ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുകൾക്ക് സപ്പോർട്ട് സിസ്റ്റത്തിന് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ജീവ അത് കിട്ടി ജയിച്ചു ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. ഇപ്പോൾ എൻ്റെ കേസ് പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല. ഇപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞു, ഇവിടുത്തെ മദറിലോ എബ്രോഡാണ്, ഹസ്ബൻഡ് എബ്രോഡാണ്, അനിയൻ ഇവിടെ സിവിൽ സർവീസിന് പഠിക്കുക. അപ്പോൾ അവൻ രാവിലെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് വരുന്നത്. വൈകുന്നേരം വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങും, ആ ഒരു ഇതില്. അപ്പം കുഞ്ഞിനെ പകലൊന്നും നോക്കാനായിട്ട് വേറെ ആരുമില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആരുമില്ല. അപ്പം ഒരു ഫുൾ ഡേ ഇവൻ്റെ കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ വേണം പഠിത്തം കൂടെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഫിസിക്കലി എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടിയിട്ടില്ല. മേ ബി അങ്ങനെ ഒരെണ്ണം കിട്ടുമായിരുന്നെങ്കിൽ ഈ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് JRF കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ സമയം പഠിക്കാൻ പറ്റും. പകലൊക്കെ ഇവനെ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ എനിക്ക് ആ പകലുള്ള സമയം മൊത്തം പഠിക്കാൻ പറ്റും. ഉച്ച വരെ കൊണ്ട് കിച്ചണിലെ ജോലികളെല്ലാം തീരും. അതിനുശേഷം വൈകുന്നേരമൊക്കെ ഉള്ള സമയങ്ങൾ എനിക്ക് പഠിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് പഠിക്കാൻ, സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കുറേയും കൂടെ PVQs ചെയ്ത് നോക്കാനായിട്ടൊക്കെ പറ്റിയേനെ. ചിലപ്പോൾ JRFലോട്ട് തന്നെ എത്തിയേനെ തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. വളരെ വളരെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി ഫിസിക്കലി ഇവിടെ പ്രസൻ്റ് അല്ലെങ്കിലും മെൻ്റലി എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വലുതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ വാക്കിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലോട്ട് തിരിഞ്ഞത് പോലും. നീ ഇങ്ങനെ PGക്ക് റാങ്ക് ഹോൾഡറായി, ഇത്രയും പഠിച്ചു വന്ന ക്ലാസ്സുകളിലെല്ലാം ക്ലാസ് ടോപ്പറായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ പഠിച്ചിട്ട് നീ ഇനിയൊന്നും ചെയ്തില്ലെങ്കിൽ ഇത്ര നാൾ പഠിച്ചത് വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്യേ. ഇപ്പോഴും ഏജ് ഓവർ ആയിട്ടില്ല, വയസ്സ് 30 ആയിട്ടുള്ളൂ, ഇപ്പോഴും ഏജ് ഓവർ ആയിട്ടില്ല, നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്യേ. പിന്നെ നാളെ ചിന്തിക്കുമ്പോൾ നീ എവിടെ എത്തിയില്ലെന്ന് എനിക്കൊരു റിഗ്രറ്റ് തോന്നരുതെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിങ്ങനെ വീണ്ടും പഠിക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ. ഓക്കെ. ജീവയുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ എയ്ഫർ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു പ്രിപ്പറേഷൻ? എയ്ഫർ ഇല്ലെങ്കിൽ നെറ്റ് ഇല്ലെന്ന് തന്നെ പറയാം. എയ്ഫറിലോട്ട് എത്തപ്പെട്ടത് തന്നെയാണ് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത്. ഞാൻ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് എനിക്ക് അങ്ങനെയാണ് ഞാൻ എയ്ഫറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയ്ഫർ എന്ന് പറഞ്ഞാലേക്ക് തോന്നുന്നു ബാക്കിയുള്ള പ്ലാറ്റ്ഫോം വെച്ച് നോക്കുമ്പോൾ ഒത്തിരി സ്ട്രെസ് ചെയ്യുന്നില്ല നമ്മളെ. ഇത് പഠിക്കുക, അത് പഠിക്കുക, അങ്ങനെ പഠിക്കില്ല, ഇത്ര നേരം പഠിക്കുക, അങ്ങനെ നമ്മളെ സ്ട്രെസ് ചെയ്യുന്നില്ല. നമ്മളെ നമ്മുടേതായ വഴിക്കും കൂടെ വിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി സ്ട്രിക്റ്റ് ആകാതെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് സാറ് പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ട് പഠിക്കുക, അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ PVQs നമ്മൾ വേറെ എവിടെയും പോയി തപ്പേണ്ട ആവശ്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ PVQs ഇതിനകത്ത് തന്നെ ഉണ്ട്. നോക്കി തീരാത്തത്രയും PVQs ഇതിലെ ആപ്പിനകത്ത് തന്നെ ഉണ്ട്. മെറ്റീരിയൽസ് ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ. പിന്നെ റിവിഷൻസ്, പല ടൈപ്പ് റിവിഷൻസ്, JRF ക്ലബ് ആണെങ്കിലും അല്ലാതെ മാരത്തണായിട്ടാണെങ്കിലും റിവിഷൻസ് പല ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവിഷൻ ഒരു ഫാക്ടറാണ്. അതുപോലെ JRF ക്ലബ്ബ് നല്ലതാണ്, മെറ്റീരിയൽസ് എല്ലാം നല്ലതാണ്. പിന്നെ നല്ല ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഫറിലെ കമ്പ്യൂട്ടർ സയൻസ് നല്ല ക്ലാസ് ആണെല്ലാം. ഓക്കെ. സോ ഞാൻ അങ്ങനെ ലൈവ് കൂടിയിട്ടില്ലെങ്കിലും റെക്കോർഡിങ്സ് കാണുന്ന സമയത്ത് ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി മദേഴ്സ് ആയിട്ടുള്ള, മേ ബി PG കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുള്ള ആളുകളോട് എന്താണ് പറയുന്നത്? നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, അല്ല എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്കല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണം, എനിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മളെ തന്നെ ഒന്നും അല്ലാത്ത രീതിയിലായി പോകും. നമ്മുടെ കഴിവ് എങ്ങനെ എത്തില്ല. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന ചുറ്റുപാട് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എത്തും. Okay, so that's it, Jiva. Once again, congratulations. Thank you, sir.